ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. തുടങ്ങാട്ടോ. നമ്മളിനി കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ വീഡിയോ കാണുക. ഇനി അതിൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവാണ്, ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. ആദ്യത്തെ, extensive research by several scientists spanning over a century led to the discovery of biological and anatomical causal factors underlying physical and mental disorders. For example, general paralysis. ഇപ്പോൾ മെൻ്റൽ ഡിസോർഡേഴ്സിനെ പറ്റി പറയാണ്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബയോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ കോസൽ ഫാക്ടേഴ്സ് അവരത് കണ്ടെത്തി. അണ്ടർലൈങ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്ന കുറച്ച് ബയോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ കോസൽ ഫാക്ടേഴ്സ് കണ്ടെത്തി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ജനറൽ പാരസിസ്. എന്തായിരുന്നു എക്സാമ്പിൾ? ജനറൽ പാരസിസ് എന്ന് പറയുന്നത് മെൻ്റൽ ഡിസോർഡർ വിച്ച് ലെഡ് ടു പാരലൈസിസ്, ഇൻസെനിറ്റി ആൻഡ് ഡെത്ത് വിത്തിൻ 2 to 5 years. ജനറൽ പാരസിസ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരലൈസ്ഡ് ആവും, തളർന്നു പോവും. അതുമാത്രമല്ല 2-5 വർഷത്തിനുള്ളിൽ ആൾ മരിക്കുകയും ചെയ്യും. അതായിരുന്നു ജനറൽ പാരസിസ് എന്നുള്ളൊരു ഡിസോർഡർ. The discovery that general paralysis is caused by syphilis, a bacterial infection of brain, was a breakthrough in the field of psychopathology as it established the link between the brain and mental disorders. അപ്പോൾ ഈ ജനറൽ പാരസിസ് എന്തായിരുന്നു? ഒരു സിഫിലിസ് എന്നൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബ്രെയിൻ ഉണ്ടാകുമ്പോൾ വരുന്നൊരു അസുഖമായിരുന്നു ജനറൽ പാരസിസ്. അത് കണ്ടെത്തിയോട് കൂടിയിട്ട് മനസ്സിലായി ബ്രെയിനും മെൻ്റൽ ഡിസോർഡേഴ്സിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് രണ്ടും കണ്ടെത്താനായിട്ട് അവർക്ക് പറ്റി. അപ്പം ആദ്യം കണ്ടെത്തിയ ഒരു മെൻ്റൽ ഡിസോർഡർ ആയിരുന്നു, അതായത് ബയോളജിക്കൽ അനാറ്റമിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഉള്ള ഒരു ഡിസോർഡർ കണ്ടെത്തിയത് ജനറൽ പാരസിസ് ആണ്. അതിന് ഒരു സിഫിലിസ് എന്നൊരു ബാക്ടീരിയ ആയിരുന്നു കാരണം. അത് ബ്രെയിനും മെൻ്റൽ ഡിസോർഡേഴ്സും തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് പറ്റി. It provided an impetus to the view that all mental disorders have underlying organic basis, thereby opening a new gateway for the biologically based treatments techniques such as lobotomies. Lobotomies were crude, ineffective and so were discouraged. എന്തായി? ഈ മെൻ്റൽ ഡിസോർഡേഴ്സിനൊക്കെ കാരണമായിട്ടുള്ളൊരു ഓർഗാനിക് ബേസിസ് അവർ കണ്ടെത്തി. ആൻഡ് ദെർബൈ ഓപ്പണിംഗ് എ ന്യൂ ഗേറ്റ് വേ ഫോർ ദ ബയോളജിക്കലി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ടൊരു ബയോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിലൊന്നായിരുന്നു ലോബോട്ടോമി. ലോബോട്ടോമി എന്ന് പറയുന്നത് ഒരു ലെഷൻ മെത്തേഡാണ്, അതായത് ഒരു സർജിക്കൽ മെത്തേഡാണ്. ബ്രെയിനിൽ ചെറിയൊരു ലെഷൻ മെത്തേഡ് കേട്ടിട്ടില്ലേ? നമ്മൾ ബയോസൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലെഷൻ മെത്തേഡ്സ്. അതായത് ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കും, ബ്രെയിനിൻ്റെ ചില ഏരിയാസ് കട്ട് ചെയ്തിട്ട് അവിടുത്തെ ടിഷ്യൂസിനെ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് ആക്കിയിട്ട് ബ്രെയിൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡെവലപ്മെൻറ്റിന് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കും. അതാണ് ലെഷൻ, അതുപോലെ തന്നെ അബ്ലേഷൻ മെത്തേഡൊക്കെ. അങ്ങനത്തെ ഒരു മെത്തേഡായിരുന്നു എന്ത്? ലോബോട്ടോമി എന്ന് പറയുന്നത്. പക്ഷെ അത് ഇൻഎഫക്റ്റീവ് ആണ്, അതുകൊണ്ട് അത് പിന്നീട് ഒഴിവാക്കപ്പെട്ടു. Classification of mental disorders by German psychiatrist Emil Kraepelin was another major contribution to the field of psychopathology. മറ്റൊരു കോൺട്രിബ്യൂഷൻ വന്നത് എവിടെ നിന്നായിരുന്നു? ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൽ ക്രീപ്ലിൻ. അദ്ദേഹം മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. Kraepelin observed that certain symptoms occur together regularly in a specific pattern which can be grouped to denote a specific mental disorder. അദ്ദേഹം ഒരേ പാറ്റേണിലുള്ള ഡിസോർഡേഴ്സിനെ ഇങ്ങനെ കാറ്റഗറി ചെയ്തു വെച്ചു. ഇപ്പോൾ പേഴ്സണാലിറ്റി എടുക്കുകയാണ്, ഒരേ പേഴ്സണാലിറ്റി, മറ്റുള്ളവരോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ആരോടൊന്നും മിണ്ടത്തില്ല, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഒരേ പാറ്റേണിൽ വരുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സിംറ്റംസിനൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു വെച്ചു. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡർ അദ്ദേഹം ഗ്രൂപ്പ് ചെയ്ത് ഉണ്ടാക്കി. Based on this observation, he went to give a classification system which put the mental disorders into distinct categories with their description, cause and predicted outcome. This laid the foundation for today's classification systems such as DSM. നമ്മൾ മുന്നേ പഠിച്ചത് കേട്ട ഓർമ്മയില്ലേ? DSM. അതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ഒരു ക്ലാസിഫിക്കേഷനാണ്. കൃത്യമായിട്ട് അദ്ദേഹം കാറ്റഗറി ചെയ്തു വെച്ചു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഒരു ഡിസോർഡർ എടുത്തു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ കോഴ്സ് എന്താണ്. കോഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോഴ്സാണോ എപ്പിസോഡിക് ആണോ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആഴ്ചയിൽ അല്ലെങ്കിൽ ഡെയിലിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇടവിട്ടിട്ടാണ്. ചിലപ്പോൾ ഈ ദിവസം ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ എപ്പിസോഡിക് ആയിട്ടായിരിക്കും കാണിക്കുക. അങ്ങനെ അതിൻ്റെ കോഴ്സ് ആൻഡ് പ്രെഡിക്റ്റഡ് ഔട്ട്കം ഇതൊക്കെ അദ്ദേഹം കാറ്റഗറി ചെയ്തു വെച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള DSM ആയാലും അതുപോലെ തന്നെ ICD ആയാലും അങ്ങനത്തെ ഒക്കെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടാകാനുള്ള ഒരു കാരണമായിരുന്നു ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൻ ക്രീപ്ലിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ഇത്രയൊക്കെ ആണോ? ഓക്കെയാണോ? നമ്മൾ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. അതായത് ബയോളജിക്കൽ അനാറ്റമിക്കൽ കോസൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സിന്. അതിലൊരു എക്സാമ്പിൾ ആയിരുന്നു ജനറൽ പാരസിസ്. ജനറൽ പാരസിസ് എന്ന് പറയുന്നത് ഒരു പാരലൈസ്ഡ് ആവുന്ന ഒരു ഡിസോർഡർ തന്നെയായിരുന്നു. പക്ഷെ 2-5 വർഷത്തിൻ്റെ ഉള്ളിൽ ആള് മരിച്ചു പോകും. അതിന് കാരണം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ബ്രെയിനും ഈ ഒരു മെന്റൽ ഡിസോർഡറും തമ്മിലുള്ള ബന്ധം അവരവിടെ കണ്ടെത്തി. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് എന്താണ്, ബയോളജിക്കലി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ലോബോട്ടോമി അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര ക്രൂഡായിരുന്നു ആൻഡ് ഇനെഫക്റ്റീവ് ആയിരുന്നത് കൊണ്ട് അത് പിന്നീട് ഒഴിവാക്കപ്പെട്ടു. ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൽ ക്രീപ്ലിൻ ഒരു മെന്റൽ ഡിസോർഡർ ക്ലാസിഫിക്കേഷൻ തയ്യാറാക്കി. ഇന്ന് നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള DSM അതുപോലെ തന്നെ ICD ഇതിൻ്റെ ഒക്കെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിലൂടെ അദ്ദേഹം distinct categories with a description, course and predicted outcome ഇതൊക്കെ അതിൽ കാണിച്ചു. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. ഇനി അടുത്തത് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് കഴിഞ്ഞു, അടുത്തതാണ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതിൽ തന്നെ മെസ്മറിസം. ആദ്യത്തെയാണ് മെസ്മറിസം. According to Butcher, Mineka and Hooley, as one group of scientists focused on the biological research, at the same time another group actively explored the psychological causation of mental disorder. ഒരു ഗ്രൂപ്പ് ആളുകൾ, അതായത് ബുച്ചർ, മിനേക്ക, ഹോളി ഇവരൊക്കെ എന്ത് ചെയ്തു, ബയോളജിക്കലായിട്ട് റിസർച്ച് നടത്താണ്. എന്തുകൊണ്ടാണ് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്, അതൊരു ബയോളജിക്കൽ കോസസ് ആയിരുന്നു കണ്ടെത്തിയിരുന്നത്. അതേസമയം കുറേ പേര് എന്ത് ചെയ്തു, സൈക്കോളജിക്കൽ കോസേഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തു. Freud undertook the pioneering work in the psychological tradition. He put forth the concept of psychogeny. ഫ്രൂഡിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു സൈക്കോജനി. ദാറ്റ് ഈസ് മെന്റൽ ഡിസോർഡേഴ്സ് ഒറിജിനേറ്റ് ഇൻ ദ സൈക്കി ഓർ മൈൻഡ്. അതായത് മൈൻഡിൽ നിന്നാണ് അല്ലെ. ഫ്രൂഡ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം മൈൻഡ് ഓർക്കണം. കോൺഷ്യസ്, അൺകോൺഷ്യസ് ഇതൊക്കെയായിരുന്നു ഫ്രൂഡിന്റെ ഒരു ഫുള്ള് അപ്രോച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ that is mental disorders originate in the psyche or mind. Mental disorders originate ചെയ്യുന്നത് മൈൻഡിൽ നിന്നാണ്. He furthered this concept, one second. He furthered this concept by developing the theory of psychoanalysis, which revolutionized the field of psychopathology and is known as the first force of psychology. അദ്ദേഹം എന്ത് കോൺസെപ്റ്റാണ് കൊടുക്കുന്നത്, സൈക്കോ അനാലിസിസ്. നമുക്കറിയാം ഫ്രൂഡിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു സൈക്കോ അനാലിറ്റിക് അപ്രോച്ച്. ആ ഒരു ബേസിൽ അദ്ദേഹം എന്ത് ചെയ്തു, സൈക്കോപാത്തോളജി എന്നൊരു ഫീൽഡിനെ റെവല്യൂഷനൈസ് ചെയ്തു. ദ ഫസ്റ്റ് ഫോഴ്സ് ഓഫ് സൈക്കോളജി എന്നായിരുന്നു ഇതിലറിയപ്പെട്ടത്. അതായത് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ആദ്യം കൊണ്ടുവന്നത് ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസ് ആണ്. അതായത് കോൺസെപ്റ്റ് ഓഫ് സൈക്കോജനി. ദാറ്റ് ഈസ് മെന്റൽ ഡിസോർഡേഴ്സ് ഒറിജിനേറ്റ് ഇൻ ദ സൈക്കി ഓർ മൈൻഡ്. മെന്റൽ ഡിസോർഡേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്, മൈൻഡിൽ നിന്നാണ്. കൂടുതൽ ഫ്രൂയിഡ് ഫുള്ള് മൈൻഡ് വെച്ചിട്ടായിരുന്നു. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, ഈ 3 ടേമായിരുന്നു അദ്ദേഹം എല്ലാ തിയറിയിലും കൊണ്ടുവന്നത്. അതേപോലെ തന്നെ സൈക്കോപാത്തോളജിയിലും ഈ ഒരു ആശയമായിരുന്നു കൊണ്ടുവന്നത്. സൈക്കോ അനാലിസിസ് തിയറി അതായിരുന്നു ദ ഫസ്റ്റ് ഫോഴ്സ് ഓഫ് സൈക്കോളജി. ഈ ഒരു ഫീൽഡിലെ ഫസ്റ്റ് ഫോഴ്സ് ഓഫ് സൈക്കോളജി ഫ്രൂയിഡിന്റെ തിയറി ഓഫ് സൈക്കോ അനാലിസിസ് ആയിരുന്നു. ദ ആന്റിസിഡൻസ് ഓഫ് ഫ്രൂഡിയൻ സൈക്കോ അനാലിസിസ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു മെസ്മറിസം and hypnosis. Mesmerism is a technique that derives its name from its inventor Franz Anton Mesmer. ഇദ്ദേഹമായിരുന്നു ഈ മെസ്മറിസം കണ്ടെത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് അതിന് മെസ്മറിസം എന്ന പേര് കൊടുത്തത്. ആരായിരുന്നു, ഫ്രാൻസ് ആന്റൺ മെസ്മർ, an Austrian physician, ഒരു ഓസ്ട്രിയൻ ഫിസിഷ്യൻ ആയിരുന്നു. അതായത് ഫ്രൂഡിയന്റെ സൈക്കോ അനാലിസിസ് തിയറി എങ്ങോട്ട് ട്രേസ് ബാക്ക് ചെയ്തു, മെസ്മറിസം ആൻഡ് ഹിപ്നോസിസ്.
രണ്ടും കൂടെയായിരുന്നു. ഇതിൽ ഈ മെസ്മറിസം എന്ന വാക്കുണ്ടായത് ഫ്രാൻസ് ആൻഡൺ മെസ്മർ എന്ന ഓസ്ട്രിയൻ ഫിസിഷ്യൻ്റെ നെയിമിൽ നിന്നും ഡിറൈവ് ചെയ്തതായിരുന്നു. മെസ്മർ സജസ്റ്റ് ദാറ്റ് ദ distribution of a universal magnetic fluid in the human body is affected by planets which determines the health and disease in the humans. മെസ്മർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റിക് ഫ്ലൂയിഡാണ്. ഒരു മാഗ്നറ്റിക് ഫ്ലൂയിഡാണ് നമ്മുടെ ഹെൽത്തിനെയും ഡിസീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ബേസിലാണ് ഹിപ്നോട്ടിസം വന്നത്. ഹിപ്നോട്ടിസം എന്നറിയില്ലേ, എന്തോ ഒരു പവർ വെച്ചിട്ട് നമ്മളെങ്ങനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു ഇതിൽ ഫോഴ്സിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മെസ്മർ പറഞ്ഞതായിരുന്നത് ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഡിസീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. He further noted that human beings can influence the distribution of magnetic fluid in each other through their magnetic forces and thus could cure the diseases including the mental diseases. അപ്പോൾ ആ ഒരു ഫോഴ്സ് വെച്ചിട്ട്, മാഗ്നറ്റിക് ഫ്ലൂയിഡ് ആണല്ലോ ഹെൽത്തും ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് അസുഖത്തെയും ഭേദാക്കാൻ പറ്റും, മെൻ്റൽ ഡിസീസസിനെയും സുഖപ്പെടുത്താനായിട്ട് പറ്റുമെന്ന് മെസ്മർ പറഞ്ഞു. He was able to cure hysterical paralysis and anesthesia through mesmerism. അപ്പോൾ ഹിസ്റ്ററിക്കൽ പാരലൈസിസും അനസ്തേഷ്യ ഒക്കെ ഇതുപോലെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഹിസ്റ്ററിക്കൽ പാരലൈസിസ് എന്ന് പറയുന്നത് പാരലൈസ്ഡ് ആവുന്ന ഒരു ഡിസോർഡർ തന്നെയാണ്. പക്ഷേ മസിൽ ഡാമേജ് ഒന്നും കാണില്ല, ഫിസിക്കൽ ഡാമേജസ് ഒന്നും കാണില്ല. ഇപ്പോൾ കാല് തളർന്നു, കാലിന് ഫിസിക്കൽ ഡാമേജസ് ഒന്നും കാണില്ല, പക്ഷെ പാരലൈസ്ഡ് ആണ്. അതാണ് ഹിസ്റ്ററിക്കൽ പാരലൈസിസ്. അതേപോലെ തന്നെ അനസ്തേഷ്യ എന്താണ്? വേദന അനുഭവപ്പെടാത്ത അവസ്ഥ. ഇത് രണ്ടും ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് രണ്ടിനും ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാം, മെസ്മറിസം യൂസ് ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. Mesmerism was initially famous, but Mesmer's medical colleagues and scholars did not find merits in his theory and discredited. Mesmerism initially famous ആയി, പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും സ്കോളേഴ്സൊന്നും അതിൻ്റെ മെറിറ്റുകൾ കണ്ടെത്തിയില്ല, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യപ്പെട്ടു? ഡിസ്ക്രെഡിറ്റ് ചെയ്തു. However, later Mesmer's claims were connected to hypnosis which was practiced by the Nancy school. പിന്നീട് ഈ മെസ്മേഴ്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എവിടേക്ക് എടുത്തു? ഹിപ്നോസിസത്തിലോട്ട് എടുത്തു. വിച്ച് വാസ് പ്രാക്ടീസ്ഡ് ബൈ ദ നാൻസി സ്കൂൾ. നാൻസി സ്കൂളായിരുന്നു അന്ന് ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്തിരുന്നത്. അവർ ഈ മെസ്മറിൻ്റെ തിയറീസും കോൺസെപ്റ്റൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ബുച്ചർ, മിനേക, ഹൂളി അവരൊക്കെ എന്ത് ചെയ്തു? ബയോളജിക്കൽ റിസർച്ച് ആയിരുന്നു. സൈക്കോപാത്തോളജിയിലെ ബയോളജിക്കൽ റിസർച്ച്, ബയോളജിക്കൽ കോസസ് എന്തായിരുന്നു എന്നൊക്കെയായിരുന്നു അവർ കണ്ടെത്തിയിരുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പ് എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാർ സൈക്കോളജിക്കൽ കോസസ് കണ്ടെത്തി. ഫ്രൂയിഡിൻ്റെ സൈക്കോ അനാലിസിസ് തിയറി, അതായത് മെൻ്റൽ ഡിസോർഡേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മൈൻഡിൽ നിന്നാണ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അദ്ദേഹം തിയറി ഓഫ് സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നു. അതെന്തോ ചെയ്തു? The field of psychopathology and is known as the first force of psychology. അത് ഫസ്റ്റ് ഫോഴ്സ് ഓഫ് സൈക്കോളജി എന്ന് അറിയപ്പെട്ടു. ഇനി ഫ്രൂഡിയൻ്റെ സൈക്കോ അനാലിസിസ് മെസ്മറിസത്തിലോട്ടും ഹിപ്നോസിസത്തിലോട്ടും എടുത്തു. അതായത് മെസ്മറിസം എന്ന് പറയുന്നത് ഫ്രാൻസ് ആൻഡൺ മെസ്മർ ഡിറൈവ് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് മെസ്മറിസം ഡിറൈവ് ചെയ്തത്. Mesmer suggests that the distribution of a universal magnetic fluid in the human body affected by planets which determines health and diseases in the human. Humans in the healthും ഡിസീസസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ആണ്. ആ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച്, അതേ ഫോഴ്സ് വെച്ചിട്ട് തന്നെ ഇതിനൊക്കെ സുഖപ്പെടുത്താനായിട്ട് പറ്റും, ഇൻക്ലൂഡിങ് മെൻ്റൽ ഡിസീസസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അതേപോലെ തന്നെ അദ്ദേഹം ഹിസ്റ്ററിക്കൽ പാരലൈസിസ്, അനസ്തേഷ്യ ഇതിനൊക്കെ സുഖപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ അത് ഇനീഷ്യലി ഫേമസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും സ്കോളേഴ്സൊന്നും അതിൻ്റെ മെറിറ്റ്സ് കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ തിയറീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു. മെസ്മറിൻ്റെ ഈ കോൺസെപ്റ്റുകൾ പിന്നീട് എവിടെയൊക്കെ എടുത്തു? ഹിപ്നോട്ടിസത്തിലോട്ട് എടുത്തു, വിച്ച് വാസ് പ്രാക്ടീസ്ഡ് ബൈ ദ നാൻസി സ്കൂൾ. ഇത്രയൊക്കെയാണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഒരു കഥ പോലെ പഠിക്കണേ, ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് നാൻസി സ്കൂൾ. നാൻസി സ്കൂൾ ലിയോബോൾട്ട്, എ ഫ്രഞ്ച് ഫിസിഷ്യൻ ഇൻ ദ ടൗൺ ഓഫ് നാൻസി, സക്സസ്ഫുള്ളി പ്രാക്ടീസ്ഡ് ഹിപ്നോസിസ്. നാൻസി സ്കൂൾ എന്ന് പറയുന്നത് നാൻസി സ്കൂൾ ലിയോബോൾട്ട് ആണ്, ഒരു ഫ്രഞ്ച് ഫിസിഷ്യൻ. നാൻസി ഇൻ ദ ടൗൺ ഓഫ് നാൻസി സക്സസ്ഫുള്ളി പ്രാക്ടീസ്ഡ് ഹിപ്നോസിസ്. അന്ന് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തത് അവരായിരുന്നു, അദ്ദേഹമായിരുന്നു
ഹിപ്നോട്ടിസം കൂടുതലായിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ബേൺഹൈം, എ പ്രൊഫസർ ഓഫ് മെഡിസിൻ, വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ല്യൂബോൾസ് സക്സസ്ഫുൾ ട്രീറ്റ്മെന്റ് ഓഫ് എ പേഷ്യന്റ് ത്രൂ ഹിപ്നോസിസ്, whom Bernheim failed to treat through conventional medical methods for 4 years. ബേൺഹൈം ഒരു പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹത്തിന് ല്യൂബോൾട്ടിന്റെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയി. അതായത് എ സക്സസ്ഫുൾ ട്രീറ്റ്മെന്റ് ഓഫ് എ പേഷ്യന്റ് ത്രൂ ഹിപ്നോസിസ്, ഹിപ്നോസിസ് വെച്ചിട്ട് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാണ്, അത് സക്സസ്ഫുൾ ആയിട്ട്. അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആര് വന്നു? ബേൺഹൈം, എ പ്രൊഫസർ ഓഫ് മെഡിസിൻ ആയിരുന്നു. അദ്ദേഹം പക്ഷെ 4 വർഷമായിട്ട് കൺവെൻഷണൽ മെഡിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് ഇരിക്കുകയായിരുന്നു. കൺവെൻഷണൽ മെഡിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട്, അതായത് മെഡിസിൻസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, അത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പക്ഷെ അദ്ദേഹം ഫെയിൽ ആയിട്ട് ഇരിക്കുന്നു. ആ ടൈമിൽ നാൻസി സ്കൂളിന്റെ ഈ ഒരു മെത്തേഡ്, ഹിപ്നോസിസം, അദ്ദേഹത്തിന് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയി. വർക്കിംഗ് ആസ് എ ടീം, അപ്പോൾ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ദ ഷോ ദാറ്റ് ദ സിംറ്റംസ് ഓഫ് ഹിസ്റ്റീരിയ ലൈക്ക് പാരലൈസിസ് ഓഫ് എൻ ആം ആൻഡ് അനസ്തേഷ്യ, inability to feel pain, could be produced as well as removed in normal people through hypnosis. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റേറിയം, അതായത് പാരലൈസിസ്, അതേപോലെ തന്നെ അനസ്തേഷ്യ, ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. പ്രൊഡ്യൂസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും ത്രൂ ഹിപ്നോസിസ്. ഹിപ്നോസിസിലൂടെ ഈ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും ഇൻ നോർമൽ പീപ്പിൾ. ഹെൻസ് ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹിസ്റ്റീരിയ ഈസ് കോസ്ഡ് ബൈ സെൽഫ് ഹിപ്നോസിസ്. അത് മാത്രമല്ല അവർ വേറൊരു കൺക്ലൂഷനിലും കൂടെ എത്തി, ഹിസ്റ്റീരിയ ഈസ് കോസ്ഡ് ബൈ സെൽഫ് ഹിപ്നോസിസ്. സെൽഫ് ഹിപ്നോസിസിലൂടെ ഹിസ്റ്റീരിയയ്ക്ക് കാരണമാകുന്നുണ്ട്, അതും കൂടെ അവർ കണ്ടെത്തി. Jean Charcot, a leading neurologist in Paris, researched on mesmerism and suggested that hysteria was caused by degeneration of brain areas and thus women disagreed with the Nancy school. പക്ഷെ ജീൻ ചാർക്കോട്ട് ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു പാരീസിലെ. അദ്ദേഹം മെസ്മറിസത്തെ പറ്റി പഠിക്കുകയാണ്. പക്ഷെ മെസ്മറിസത്തെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്റീരിയ ഉണ്ടാകുന്നതിന് കാരണം ഒരു ബ്രെയിനിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഡീജനറേറ്റഡ് ആവുന്നതാണ്. അതുകൊണ്ടാണ് ഹിസ്റ്റീരിയ വരുന്നത്. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലൈസിസ് ഡിസോർഡർ ആണ്. അതുണ്ടാകുന്നതിന് കാരണം ബ്രെയിനിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഡീജനറേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നാൻസി സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡിസഗ്രി ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. കാരണം വേറൊരു കാരണം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി, ബ്രെയിൻ ഏരിയാസിൻ്റെ ഡീജനറേഷൻ കൊണ്ടാണ് ഹിസ്റ്റീരിയ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. However, later he not only accepted the views of the Nancy school but also actively promoted the study of underlying psychological causes of mental disorder. അപ്പോൾ നാൻസി സ്കൂളിൻ്റെ വ്യൂസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല, മാത്രമല്ല promoted the study of underlying psychological causes of mental disorder. മെൻ്റൽ ഡിസോർഡറിന് കാരണമാകുന്ന സൈക്കോളജിക്കൽ കോസസിനെ പറ്റി പഠിക്കാൻ അദ്ദേഹം കൂടുതൽ ആക്റ്റീവ്ലി പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ നാൻസി സ്കൂളിൻ്റെ ഹിപ്നോട്ടിസം ഒന്നല്ല, ശരിക്കും അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന് സൈക്കോളജിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇതിനൊക്കെ കൂടുതൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. നാൻസി സ്കൂളാണ് നമ്മൾ പറഞ്ഞത്. നാൻസി സ്കൂൾ എന്നാണ്? നാൻസി സ്കൂൾ ല്യൂബോൾട്ട് ഒരു ഫ്രഞ്ച് ഫിസിഷ്യനാണ്. നാൻസി ടൗണിലെ ഹിപ്നോസിസം പ്രാക്ടീസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ബേൺഹൈം എന്ന പ്രൊഫസർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഹിസ്റ്റേരിയയും അതുപോലെ തന്നെ അനസ്തേഷ്യയും രണ്ടും ഹിപ്നോട്ടിസത്തിലൂടെ നോർമൽ പീപ്പിൾസിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ജീൻ ചാർക്കോട്ട് ഒരു ന്യൂറോളജിസ്റ്റ് അതിനെ ഡിസഗ്രി ചെയ്തു. കാരണം ഹിസ്റ്റീരിയയ്ക്ക് കാരണമാകുന്നത് ബ്രെയിൻ ഏരിയാസിലുണ്ടാകുന്ന ഡീജനറേഷൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നാൻസി സ്കൂളിൻ്റെ വ്യൂസ് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്റ്റഡി ഓഫ് അണ്ടർലൈങ് സൈക്കോളജിക്കൽ കോസസ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ ആണോ? ഇനി അടുത്തത് സൈക്കോ അനാലിറ്റിക് വ്യൂ. അപ്പോൾ ആദ്യത്തെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ നമ്മൾ മെസ്മറിസം പറഞ്ഞു, ആൻഡ് ദെൻ നാൻസി സ്കൂള്, അടുത്തത് സൈക്കോ അനാലിറ്റിക് വ്യൂ. Sigmund Freud was a neurologist in Vienna who went to Paris to study under Charcot and was introduced to Nancy School. Based on his study of hypnosis, Freud concluded that humans were not consciously aware of many powerful mental processes. സിഗ്മണ്ട് ഫ്രോയിഡ്
പാരീസിലോട്ട് പോവുകയാണ്. വിയന്നയിലെ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. പാരീസിലോട്ട് പോയിട്ട് ഹിപ്നോസിസത്തിനെ പറ്റി പഠിക്കുകയാണ്. അതിൽ അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഹ്യൂമൻസ് ആർ നോട്ട് കോൺഷ്യസ്ലി അവെയർ ഓഫ് മെനി പവർഫുൾ മെൻ്റൽ പ്രോസസ്സ്. കോൺഷ്യസ്ലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവെയർ അല്ല. ഒരുപാട് മെൻ്റൽ പ്രോസസ്സുകൾ, പവർഫുൾ ആയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സുകൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതൊന്നും എന്താ കോൺഷ്യസ്ലി അവെയർ അല്ല. ഫ്രോയിഡ് ആൻഡ് ബ്രൂയർ ആസ്ക്ഡ് their patients to talk freely during hypnosis, which gave the patients an emotional relief and termed as catharsis. ഫ്രോയിഡും ബ്രൂയറും രണ്ടുപേരും ഹിപ്നോസിസത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പേഷ്യൻസിന് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ടൈം കൊടുത്തു. ഹിപ്നോസിസത്തിൻ്റെ ടൈമിൽ വളരെ ഫ്രീ ആയിട്ട് അവരായിട്ട് സംസാരിക്കുക. അവരായിട്ട് സംസാരിക്കില്ല, പേഷ്യൻസിന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. വിച്ച് ഗേവ് ദ പേഷ്യൻസ് ആൻ ഇമോഷണൽ റിലീഫ് ആൻഡ് ടേംഡ് ആസ് കാതർസിസ്. അപ്പോൾ ആ സംസാരിക്കുന്ന നേരത്ത് ഭയങ്കര അവർക്ക് എന്താവും, ഇമോഷണലായിട്ട് ഭയങ്കര ആശ്വാസം തോന്നും. അതിനെ അവർ കാതർസിസ് എന്ന് പറഞ്ഞു. ദിസ് എനേബിൾഡ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ അണ്ടർലൈങ് കോസസ് ഫോർ സിംറ്റം. അപ്പം ഇങ്ങനെ ഈ സംസാരിച്ച് വരുമ്പോൾ ഇവർക്ക് ഈ അസുഖം ഉണ്ടാവാനുള്ള കാരണം എന്താണ് അന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റം കണ്ടുവന്നത്, അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണം അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫർദർ, പേഷ്യൻസ് കുഡ് നോട്ട് റിലേറ്റ് ദെയർ പ്രോബ്ലംസ് വിത്ത് ഹിസ്റ്ററിക്കൽ സിംറ്റംസ്. ദിസ് അൺഅവെയർനെസ് ലെറ്റ് ഫ്രൂയിഡ് ഡിസ്കവർ the unconscious and its role in determining behavior, including the pathological behavior. അപ്പോൾ അത് മാത്രമല്ല, പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കുഡ് നോട്ട് റിലേറ്റ് ദെയർ പ്രോബ്ലംസ് വിത്ത് ഹിസ്റ്ററിക്കൽ സിംറ്റംസ്. അപ്പോൾ അവരുടെ പ്രോബ്ലംസിനെ ഹിസ്റ്ററിക്കൽ സിംറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ദിസ് അൺഅവെയർനെസ് ലെഡ് ഫ്രൂയിഡ് ടു ഡിസ്കവർ ദ അൺകോൺഷ്യസ്. അപ്പം ഇത് വെച്ചിട്ട് ഫ്രൂയിഡിനെ അൺകോൺഷ്യസിനെ കണ്ടെത്താനായിട്ട് പറ്റി. ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഡിറ്റർമൈനിങ് ബിഹേവിയർ ഇൻക്ലൂഡിങ് ദ പാത്തോളജിക്കൽ ബിഹേവിയർ. അപ്പം അത് വെച്ചിട്ട് ബിഹേവിയറും അതേപോലെ തന്നെ പാത്തോളജിക്കൽ ബിഹേവിയറും ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റി. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ഒബ്സർവേഷൻ Freud developed the theory of psychoanalysis with different techniques like free association and dream analysis. ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് സൈക്കോ അനാലിസിസ് ഡെവലപ്പ് ചെയ്തത്. അതിൽ വേറെയും ടെക്നിക്സുകൾ ഉണ്ടായിരുന്നു, ഫ്രീ അസോസിയേഷൻ അതുപോലെ തന്നെ ഡ്രീം അനാലിസിസും. രണ്ട് ഇതേപോലത്തെ മെത്തേഡാണ്. ഫ്രീ അസോസിയേഷനും ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് പേഷ്യൻസുമായിട്ട് സംസാരിക്കുക, അതായിരുന്നു ഫ്രീ അസോസിയേഷൻ. ഡ്രീം അനാലിസിസ്, ഡ്രീമിലുള്ള കാര്യങ്ങൾ, അവരുടെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. ഈ രണ്ട് ടെക്നിക്സും അതിലുണ്ടായിരുന്നു. A major challenge to psychoanalysis came from the scientific community of experimental psychology. ഇതിലൊരു മെയിൻ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോ അനാലിസിസ് കെയിം ഫ്രം ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. സൈക്കോ അനാലിസിസ് എവിടുന്ന് വന്നുള്ളതാണ്? സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയാണ്, അതായത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയാണ്. അവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ളത്. അവിടെ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു ഈ സൈക്കോ അനാലിസിസ്. ആ സൈക്കോ അനാലിസിസ് വന്നാലും അതിൽ പറയുന്നതൊക്കെ എന്തായിരുന്നു? അൺകോൺഷ്യസും കോൺഷ്യസും ഒക്കെ ആയിരുന്നു. ഇത്രയും ഓക്കെ ആണോ? In 1879, William Wundt had established the first lab of experimental psychology at the University of Leipzig to encourage the empirical study of psychological factors that underlie memory, sensation, perception. 1809 വില്യം വൂണ്ട് എന്ത് ചെയ്യാണ്? ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോളജിയിൽ. ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിഗ്, ജർമ്മനി, ടു എൻകറേജ് ദ എംപിരിക്കൽ സ്റ്റഡി ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജീനെ ഒരു എംപിരിക്കൽ സ്റ്റഡി നടത്തുകയാണ്, ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആക്കാൻ മാത്രം വിധത്തിൽ ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് അണ്ടർലൈൻ മെമ്മറി, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. Wound experimental methods were taken to USA by Cattle and researcher. Labs were established across USA. അപ്പോൾ വൂണ്ടിൻ്റെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എവിടേക്ക് കൊണ്ടുപോയി? USA, അമേരിക്കയിലോട്ട് കാറ്റിൽ കൊണ്ടുപോയി. ആൻഡ് റിസർച്ചർ ലാബ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് USA. എന്നിട്ട് അമേരിക്കയിൽ മുഴുവൻ ഒരുപാട് ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. വിറ്റ്മർ, എ സ്റ്റുഡൻറ്റ് ഓഫ് വൂണ്ട്. അപ്പോൾ വൂണ്ടിൻ്റെ സ്റ്റുഡൻറ്റ് വന്നപ്പോഴേക്കും വിറ്റ്മർ, a student of Wundt, established the first American psychological clinic in 1896 in the University of Pennsylvania. അമേരിക്കൻ സൈക്കോളജിക്കൽ ക്ലിനിക് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ആദ്യമായിട്ട് വൂണ്ടിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വിറ്റ്മർ 1896.
Whitmer's clinic encouraged research and therapy related to problems of children with mental deficiencies. വിറ്റ്മറിന്റെ ക്ലിനിക്ക് എന്തിനെ പറ്റിയിട്ടാണ് റിസർച്ച് ചെയ്തത്? encouraged research and therapy related to problems of children with mental deficiency. കൂടുതലും ചിൽഡ്രൻസിൻ്റെ പ്രോബ്ലംസിനെ പറ്റിയിട്ടായിരുന്നു റിസർച്ചും തെറാപ്പിയൊക്കെ ഉണ്ടായിരുന്നത്, മെൻ്റൽ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ. Whitmer influenced the growth of clinical psychology as a profession and is considered the founder of clinical psychology. Whitmer ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ചെയ്തു ആസ് എ പ്രൊഫഷൻ ആൻഡ് ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഫൗണ്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അറിയാം ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെട്ടു. വില്യം ഹീലി ഫൗണ്ടഡ് ചിക്കാഗോ ജുവനൈൽ സൈക്കോപാത്തിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1909. He was among the first to note that juvenile delinquency is caused by urbanization and not by inner psychological conflict. ഇനി അടുത്തത് വില്യം ഹീലി വരെയാണ്. വില്യം ഹീലി എന്താണ് കണ്ടെത്തിയത്? ചിക്കാഗോ ജുവനൈൽ സൈക്കോപാത്തിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചിക്കാഗോ ജുവനൈൽ സൈക്കോപാത്തിക് ഇൻസ്റ്റിറ്റ്യൂട്ട് 1909. He was among the first to note that juvenile delinquency is caused by urbanization. ജുവനൈൽ ഡെലിൻക്വൻസി ഉണ്ടാകുന്നതിന് കാരണം അർബനൈസേഷൻ ആണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർ ഈ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സിലോട്ട് വരുന്നതിനുള്ള കാരണം അർബനൈസേഷനാണ് ആൻഡ് നോട്ട് ബൈ ഇന്നർ സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ്. സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടല്ല ചെറിയ കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഒരു അസുഖത്തിന് അടിമപ്പെടുന്നത് ഒരു അർബനൈസേഷൻ കാരണം കൊണ്ടാണ്, അല്ലാതെ ഇന്നർ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾ കൊണ്ടല്ല എന്നുള്ളത് വില്യം ഹീലി പറഞ്ഞു. Thus, he was among the first to recognize the causal role of environmental or socio-cultural factors in mental disorder. അപ്പോൾ അവിടുന്നാണ് എൻവയറമെൻറ്റലിനും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിനും മെൻ്റൽ ഡിസോർഡേഴ്സിൽ ഒരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരവൽക്കരണമാണ് അല്ലേ? ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പം അതൊരു കാരണമാണ്, ഒരു ഡിസോർഡർ ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ് അർബനൈസേഷൻ എന്ന് കണ്ടെത്തിയപ്പോൾ എന്തായി? അവിടെ റോൾ ഓഫ് എൻവയറമെൻ്റൽ ഓർ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് ചിന്തിച്ചു തുടങ്ങി. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഹാഡ് പ്രിപ്പയർഡ് ദ ഗ്രൗണ്ട് അഗെയിൻസ്റ്റ് സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ, ബട്ട് ഇറ്റ് വാസ് സ്കൂൾ ഓഫ് ബിഹേവിയറിസം എമർജിംഗ് ഔട്ട് ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ദാറ്റ് ഫോർമലി ചാലഞ്ചഡ് സൈക്കോ അനാലിസിസ് ഇൻ ദ early 20th century. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്താണ്? prepared had the ground against psychoanalytic explanation. Psychoanalytic explanation അവരെ അഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് കണ്ടെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരുന്നു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. അപ്പോൾ ഒരു അബ്നോർമൽ ബിഹേവിയറിൽ സൈക്കോ അനാലിറ്റിക് തിയറി കൊണ്ടുവന്നത് അവർക്ക് ഒട്ടും അക്സെപ്റ്റഡ് ആയിരുന്നില്ല. കാരണം സൈക്കോ അനാലിറ്റിക്കിൽ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക്കിൽ എന്തായിരുന്നു? കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. But it was school of behaviorism emerging out of experimental psychology that formally challenged psychoanalysis in the early 20th century. Early 20th century ഇത് psychoanalysis ഒരു ചാലഞ്ച് ആയിരുന്നു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഓക്കെ, ഇത്രയാണ് സൈക്കോ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് തൊട്ടിട്ട് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. Okay, thank you, ma'am.